Welcome back to another vlog, guys. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തമിഴ്നാട് സ്റ്റൈൽ ഒരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ബിരിയാണി ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അരി ഉപയോഗിക്കുന്നത് ജീരക സംഭ അരി. Hi, I'm your Anish John. Welcome back to Biryani vlog. സോ ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ജീരക സംഭ റൈസ് എന്ന് പറയുന്നത്, അരി എന്ന് പറയുന്നത്. അപ്പോൾ നല്ലോണം വാഷ് ചെയ്തിട്ട് ഈ കപ്പിലാണ് അളവെടുത്തത്. വാഷ് ചെയ്ത് വെള്ളമൊക്കെ നല്ലോണം ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊക്കെ വേണ്ടിയത് എന്താണെന്ന് വെച്ചാൽ പുതിനയാണ്. പുതിന ഒരു ഫുൾ ബഞ്ച് എടുത്തിട്ടുണ്ട്, കൊത്തമല്ലി എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ മുളക് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക. അപ്പോൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പൈസസ് ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓരോന്നും തന്നെ തിരിച്ച് പറയുന്നില്ല. സ്പൈസസ് ഇതൊക്കെയാണ്. പിന്നെ അണ്ടിപ്പരിപ്പ്, പിന്നെ നമുക്ക് ആസ് യൂഷ്വൽ സബോളയും തക്കാളിയാണ് നമുക്ക് വേണ്ടത്. സബോള നമുക്ക് ആദ്യം തന്നെ കുറച്ചെടുത്ത് നെയ്യിൽ വറക്കാനുണ്ട്. അപ്പോൾ നമുക്കത് നെയ്യിൽ വറക്കണം വെച്ചൊക്കെ. അപ്പോൾ പാൻ വെച്ചു, പാനിൽ ഗീ ഒഴിച്ച് കൊടുക്കുകയാണ്. GRPയുടെ ഗീ ആണ്. അപ്പോൾ അതിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലോണം ബ്രൗൺ കളറിൽ നല്ലോണം ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് വറുത്തെടുക്കണം. ഇനിയിപ്പോൾ ഇതിൽ തന്നെ നമുക്ക് സബോള ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഓണിയൻ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സബോള ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലോട്ട് ലേശം കൂടി നമുക്ക് ഓയിൽ ഒഴിച്ച് ഒന്നും കൂടി നമുക്ക് നല്ലോണം ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് നല്ലോണം ഓയിലൊക്കെ ഒഴിച്ച് സബോള നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇത് കോരി മാറ്റി പാത്രത്തിലോട്ട് മാറ്റി അതേ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളിത് ഈ ചിക്കനൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഓവർ ഫ്രൈ ഒന്നും ചെയ്യില്ല. ഒരു 40-50% ഒക്കെ നമുക്ക് ചിക്കൻ വെന്ത് കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ അരിയിട്ട് വേവിക്കുമ്പോൾ അത് നല്ലോണം വെന്തോളും. അപ്പോൾ ഇതുപോലെ വേവിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ചിക്കനിലുള്ള വെള്ളം നമുക്കൊന്ന് ഡ്രൈ ആയി കിട്ടും. അതുപോലെ തന്നെ ആ ചിക്കനിലെ ഫാറ്റ് അത് ഈ ഓയിൽ നല്ലോണം നമുക്ക് ഇറങ്ങി കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിക്കനിട്ട് കുറച്ച് നേരം ഇങ്ങനെ നല്ലോണം ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പുറം ഇപ്പുറം നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇളക്കിയിട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഏതാണ്ട് നമ്മൾക്ക് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കോരി മാറ്റി വേറെ ഇതിലോട്ട് മാറ്റി വയ്ക്കാം, പാത്രത്തിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നമ്മൾ ആ എണ്ണയിൽ തന്നെ സ്പൈസസ് ആഡ് ചെയ്യാണ്, പച്ചമുളക് ആഡ് ചെയ്യാണ്, വെളുത്തുള്ളി ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്ത് ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലോട്ട് സബോള ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒരു 2-3 മിനിറ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ്റെ ആ ഫാറ്റിൽ ചിക്കൻ്റെ തോല് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഓണിയൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, സബോള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സബോള ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി അതിൻ്റെ മുകളിൽ ഉപ്പും. അപ്പോൾ സബോള നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാനുണ്ട്. അത് കാരണം അടച്ചു വെച്ചു. അപ്പോൾ നമ്മൾ സബോള ഏതാണ്ട് വഴണ്ടി വന്നപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇതിലോട്ട് ആഡ് ചെയ്യണം. വെളുത്തുള്ളി ആഡ് ചെയ്യുന്നത് ഇപ്പോൾ ആഡ് ചെയ്ത് ആ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ പോകുന്ന നേരം നോക്കിയിട്ട് നമുക്കിതിലോട്ട് തക്കാളി ആഡ് ചെയ്യാം. അപ്പോൾ ഒരു 3 വലിയ സൈസിലുള്ള തക്കാളിയാണ് ഞാൻ, മീഡിയം സൈസ്, വലിയതൊന്നും പറയാൻ പറ്റില്ല, ചെറുതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ മീഡിയം സൈസിലുള്ള തക്കാളി നല്ലപോലെ നമുക്ക് വഴറ്റി കൊടുക്കണം. തക്കാളിയൊക്കെ നല്ല മെൽറ്റായി വരട്ടും, അതുപോലെ ആവണം, നല്ലോണം വഴണ്ടി വരട്ടും. അപ്പോൾ ഇത് നമ്മുടെ തക്കാളി നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് മസാല ആഡ് ചെയ്യാം. മസാല എന്ന് പറഞ്ഞാൽ അധികമൊന്നും ആഡ് ചെയ്യുന്നില്ല. എക്സ്ട്രാ മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് മാത്രം ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. വേറെ എക്സ്ട്രാ ബിരിയാണി മസാല ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല, പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ മസാലകൾ ഇട്ടിട്ട് ഒരു 2 മിനിറ്റൊക്കെ നമുക്ക് 1 മിനിറ്റോ 2 മിനിറ്റോ നല്ലോണം വഴറ്റി കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്തിട്ട് അതിന് മുകളിൽ തൈര് ഒഴിച്ച് കൊടുക്കുക. ഒരു 200-250 ml തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഇതൊന്ന്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ നിങ്ങൾക്ക് കസൂരി മേത്തി ഇടണം എന്നുള്ളവർക്ക് ഇടാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ മല്ലിയിലയും പുതിനയും ആഡ് ചെയ്യാണ്. അപ്പോൾ അത് പുതിന ആഡ് ചെയ്തു, മല്ലിയില ആഡ് ചെയ്തു. അപ്പോൾ ഇതൊന്ന് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു 2 മിനിറ്റൊക്കെ ഇതൊന്ന് അടച്ച് വെച്ച് കഴിച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. നല്ലപോലെ നമ്മുടെ ലീഫിലത്തെ നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ലെമൺ ഡ്രോപ്സ് ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ
ഡ്രോപ്സ് ജ്യൂസ് മാത്രം ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇതിലോട്ട് ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക, വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായത് 3 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡബിളായിട്ടാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് നമ്മൾ വേവിച്ചു. അപ്പോൾ അതേ നമ്മളിപ്പോൾ തുറന്നിട്ടുണ്ട്. അരി 50% അരി ഇപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി കുറച്ച് നേരം നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നും കൂടി നമ്മുടെ ആ ഗ്രേവിയൊക്കെ നല്ലോണം ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഇപ്പോൾ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ അതിന് മുകളിൽ കുറച്ച് മല്ലിയിലയും പുതിനയും വീണ്ടും ആഡ് ചെയ്യാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ നമ്മുടെ ഫ്രൈഡ് ഓണിയനും ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ദമ്മിൽക്കിടാനുള്ള പ്രിപ്പറേഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത് ദമ്മിൽക്കിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിരിയാണി ചെമ്പ് ഞാൻ താഴെ ഇറക്കി വെക്കുകയാണ്. വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ദോശക്കല്ല് കയറ്റി വയ്ക്കുകയാണ്. ഇതെൻ്റെ ദോശക്കല്ലല്ല, ഇത് ഓംപ്ലേറ്റ് ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഫ്ലെയിം ലോ ചെയ്തിട്ട് നമ്മുടെ ചട്ടി ബിരിയാണി ചെമ്പ് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചു. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞു, ഇതൊന്ന് സെറ്റായി. അപ്പോൾ അത് നമ്മുടെ ബിരിയാണി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ചു. അതിൻ്റെ മുകളിൽ വെയിറ്റ് കയറ്റി വെച്ചു. ഇനിയിപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് ഞാൻ അങ്ങനെ തന്നെ ഇടുകയാണ്. അങ്ങനെ തന്നെ വെച്ച് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നമ്മുടെ ടേസ്റ്റ് നോക്കണ്ട നമുക്ക്. അപ്പോൾ നമ്മൾ ബിരിയാണി ചെമ്പ് ഓപ്പൺ ചെയ്ത് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ബിരിയാണി പ്രോപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പോൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ ഒരു അരി ഒന്നോടൊന്നും ഒട്ടാതെ കറക്റ്റ് പാകത്തിനോ ഇപ്പം നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബിരിയാണി സ്പൂണിൽ തന്നെ എടുത്ത് ഞാൻ കാണിച്ചു തരികയാണ്. ഇനിയിപ്പോൾ ഇത് നോക്കുക, നമുക്കതൊന്ന് ഇളക്കി അടിയിൽ ഒട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കൂ, ചട്ടിയുടെ അടിയിൽ നമ്മുടെ ബിരിയാണി ചെമ്പിൻ്റെ അടിയിൽ ഒരു തരി പോലും നമുക്കിത് ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ ഇനി ടേസ്റ്റ് നോക്കല്ല നമുക്ക്. അപ്പോൾ ഞാൻ ബിരിയാണി കുറച്ച് സർലാസ് പിന്നെ മുട്ട പുഴുങ്ങിയതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കിയാലോ. അപ്പോൾ ദേ അരിയും അണ്ടിപ്പരിപ്പും ബിരിയാണിയും അണ്ടിപ്പരിപ്പും എടുത്ത് ആദ്യത്തെ ടേസ്റ്റ് നോക്കുകയാണ്. ഗൈസ്, ഞാനാണ് ഉണ്ടാക്കിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. വളരെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, നല്ല ഫ്ലേവറാണ്. അപ്പോൾ തൈരും നമ്മുടെ സർലാസും ബിരിയാണിയും കൂടിയിട്ട് ഒരു ബൈറ്റാണ്. അപ്പോൾ ലേശം മുട്ട പുഴുങ്ങിയത് വേറെ ലെവൽ ഗൈസ്. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസ് ഒന്ന് എടുത്ത് നോക്കണ്ട, ചിക്കനൊക്കെ നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നോക്ക്. So I hope you guys are enjoy the today's vlog. അപ്പോൾ നിങ്ങൾക്ക് ഈ തമിഴ്നാടൻ സ്റ്റൈൽ ബിരിയാണി ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇനിയും ഉണ്ടാകും, മറക്കാതെ വീഡിയോ കാണുക, ചാനൽ. Hope you guys are enjoy the today's vlog and see you on next vlog. Till then, bye bye.